ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംട ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ VLC മീഡിയ പ്ലെയർ ഉപയോഗിച്ച് നമ്മുടെ സ്ക്രീൻ എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ടോപ്പ് സ്ക്രീൻ എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നതാണ് നോക്കാൻ പോകുന്നത്, അതും VLC മീഡിയ പ്ലെയർ ഉപയോഗിച്ച്. അപ്പം അതെങ്ങനെ ചെയ്യാം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം VLC മീഡിയ പ്ലെയർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ മീഡിയ എന്ന ഓപ്ഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പൺ ക്യാപ്ചർ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ Ctrl+C കൊടുത്താലും മതി. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇതേപോലുള്ള ഒരു വിൻഡോ വരുന്നതായിരിക്കും. ഇവിടെ ക്യാപ്ചർ ഡിവൈസ് എന്നതുണ്ടല്ലോ, ഈ ലാസ്റ്റ് കിടക്കുന്നത്, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ക്യാപ്ചർ മോഡ് എന്നത് ഇവിടെ ഡയറക്റ്റ് ഷോ ആയിരിക്കും. അപ്പൊ ആ ഡ്രോപ്പ് ഡൗൺ ആരെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ TV, ഡിജിറ്റൽ, അതുപോലെ ഡെസ്ക്ടോപ്പ്, ഇനി 3 ഓപ്ഷനുകൾ കാണാം. നമുക്ക് ഇവിടെ ഡെസ്ക്ടോപ്പ് ആണ് വേണ്ടത്. നമ്മൾ ഡെസ്ക്ടോപ്പ് സ്ക്രീൻ ആണ് ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഡെസ്ക്ടോപ്പ് എന്നത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വിൻഡോ വരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട മാറ്റം എന്ന് വെച്ചാൽ ഇവിടാണ്, അതായത് ഡിസൈഡ് ഫ്രെയിം റേറ്റ് ഫോർ ദി ക്യാപ്ചർ എന്ന് പറയുന്നിടത്ത് ഇവിടെ 1 ആണ് ഇതിന്റെ വാല്യൂ കിടക്കുന്നത്. അത് നമുക്ക് മാറ്റിയിട്ട് 20 ആക്കണം. 20 ആക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. 20 കൊടുത്തിട്ട് പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഇവിടെ പ്ലേ എന്ന് പറയുന്ന ആ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ടോ, അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കൺവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് നമുക്ക് വേണ്ടത്. അതിന്റെ ഷോർട്ട് കട്ട് Alt+O ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കൺവേർട്ട് എന്നത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ഇത്തരത്തിലൊരു വിൻഡോ വരും. ഇവിടെ നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ട എന്തെന്ന് വെച്ചാല് നമുക്ക് പ്രൊഫൈൽ എന്നെടുത്ത് വേണ്ട ഇവിടെ വീഡിയോ ഫോർമാറ്റ് ഏത് വേണം എന്നുള്ളത് ചൂസ് ചെയ്യാം. ഇവിടെ കുറച്ചധികം ഫോർമാറ്റുകളുണ്ട്. ഇതിൽ നമുക്ക് ഏത് ഫോർമാറ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ വീഡിയോ ഇത് തന്നെ ചൂസ് ചെയ്യാണ്. ഫസ്റ്റ് കാണുന്ന തന്നെ H.264 MB3 MB4 എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓക്കെ കൊടുക്കാം. എന്നിട്ട് ഔട്ട്പുട്ട് ഒക്കെ ഡിസ്പ്ലേ ആണെങ്കിൽ അതും കൊടുക്കാം. ഞാൻ തൽക്കാലം ഒന്നും കൊടുക്കുന്നില്ല. ഇനി നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഡെസ്റ്റിനേഷൻ ഫയൽ ഇവിടെ ചൂസ് ചെയ്യണം. അതായത് നമ്മുടെ ഫയൽ എവിടാണ് സ്റ്റോർ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ എവിടാണോ സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഇവിടെ ബ്രൗസ് എന്ന് ക്ലിക്ക് ചെയ്ത് ഏത് ഫോൾഡർ വേണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് നിങ്ങളുടെ ഏത് ഫോൾഡർ ആണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യാം. എന്നിട്ട് ഇഷ്ടമുള്ളൊരു പേരും കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഫയലിന് ഏത് പേരാണോ വേണ്ടത് അത് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, കൊടുത്തിട്ട് ഇവിടെ സേവ് എന്നത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സ്റ്റാർട്ട് എന്നത് ക്ലിക്ക് ചെയ്താൽ മതി. സ്റ്റാർട്ട് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ റെക്കോർഡ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. അപ്പം ഇവിടെ സ്റ്റാർട്ട് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീൻ ഇവിടെ റെക്കോർഡ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. അപ്പം നമുക്ക് സ്റ്റാർട്ട് എന്നതൊന്ന് ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഇവിടെ നമ്മുടെ വീഡിയോ റെക്കോർഡ് ആവുന്ന ആ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ടൈം മാറി മാറി വരുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണോ നമ്മുടെ ചെയ്യേണ്ടത്, നമ്മുടെ സ്ക്രീനിൽ ചെയ്യേണ്ടത് അത് ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ റെക്കോർഡ് ആയിക്കോളും. നമ്മൾ അത് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. പിന്നീട് ഇനി ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ റെക്കോർഡ് ആക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ റെക്കോർഡിംഗ് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് VLC മീഡിയ പ്ലെയർ ഓപ്പൺ ചെയ്യാം. ഇവിടെ മീഡിയ എന്നതിൽ ക്വിറ്റ് എന്നതുണ്ട്, അല്ലെങ്കിൽ Ctrl+Q കൊടുത്താൽ മതി. അപ്പം Ctrl+Q കൊടുക്കാമെങ്കിൽ ഇത് ക്വിറ്റ് ആവുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ മീഡിയ എന്നതിൽ ക്വിറ്റ് എന്നത് നമ്മൾ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, ഏതെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാം. Ctrl+Q ആണെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിംഗ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ VLC മീഡിയ പ്ലെയർ ഉപയോഗിച്ച് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഇനി മുതൽ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വേറെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ പറഞ്ഞ് സങ്കടപ്പെടുകയോ വേണ്ട. VLC മീഡിയ പ്ലെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. പറ്റിയിട്ടുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.